I'm going to invite Ephraim James to come forward to share the word of God. In English, to translate. He's going to speak in English. I'm going to translate into Malayalam. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ വീണ്ടും എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. I consider this as an honor to share God's word in midst of God's people. ഇന്ന് രാത്രി ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവവചനം പങ്കുവെക്കാൻ കിട്ടിയ ഈ അവസരം വളരെ മഹനീയമായി ഞാൻ കാണുന്നു. I just also want to greet Pastor Thomas who offered this opportunity for me today. ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ തക്കവണ്ണം എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. This was so my desire whenever I stand in a pulpit, my desire is God speak to the people. എപ്പോൾ പുൾപിറ്റിലോ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ എനിക്കൊരു അവസരം ദൈവം തന്നാലോ എന്റെ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹം കർത്താവേ ഞാൻ സംസാരിക്കല്ലേ അങ്ങ് എന്നിൽ കൂടി സംസാരിക്കണമേ. And today what God has given me to speak is from the book of James chapter 2 verse 25 to 27 onwards. ഇന്ന് രാത്രി ദൈവം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാൻ തന്നത് യാക്കോബിന്റെ ലേഖനം 2 chapter 1 verse 21 chapter 1 verse 25 to 27. ഒന്നാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ തിരിഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകും. Let us close our eyes and pray. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Heavenly true one living God, we thank you for this great പിതാവേ അങ്ങേക്ക് നന്ദി. We thank you for this great opportunity that you gave us to come before your presence, O Lord. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരാൻ ഞങ്ങൾക്ക് നല്ല അവസരത്തിന് നന്ദി. Lord, speak to us, O Lord. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണം. We seek your will. നിന്റെ ഹിതം ഞങ്ങൾ അന്വേഷിക്കുന്നു. Let your triune name be glorified. നിന്റെ ത്രിയേകനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 So when we talk about from the book of James, the first thing which comes into my mind is from chapter 1 verse 1, how we introduce it. യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് എപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ തുനിയുമ്പോഴും എന്റെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്നത് യാക്കോബ് അപ്പോസ്തലൻ എങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തുന്നത് ആ 1-ാമത്തെ വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. In English it's James, a born servant of God. അവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ് എഴുതുന്നത്. Who is this James? ആരാണ് ഈ യാക്കോബ് നിങ്ങൾക്കറിയുമോ? James is a half brother of Jesus. യേശുക്രിസ്തുവിന്റെ പാതി സഹോദരനാണ് യാക്കോബ്. So imagine if we are the half brothers of Jesus, what are we going to do? We're going to say Jesus is my brother. We will use that authority. പ്രിയമുള്ളവരെ ചിന്തിക്കുക, നിങ്ങൾ യേശുവിന്റെ പാതി സഹോദരനായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്തേ? ദൈവമേ ഈ റിലിജ്യൻ ലോകമെമ്പാടുമുണ്ട്, നമ്മൾ എന്തൊരു പുകഴ്ചയോടും വലിയ ഉന്നത ഭാവത്തോടും പറഞ്ഞതിന് ഞാൻ യേശുവിന്റെ സഹോദരനാണെന്ന് പറഞ്ഞല്ലേ നടക്കൂ. But James here says, James, a born servant of God. ഇവിടെ എന്നാൽ യാക്കോബ് തന്നെ പരിചയപ്പെടുത്തുന്ന നോക്കണം, ക്രിസ്തുവിന്റെ ബദ്ധദാസനായ യാക്കോബ്. For just to get a reference from Mark chapter 6 verse 3, for time's sake I'll read it. Isn't the Pharisees is trying to mock Jesus, and on this verse it says who are the brothers? Mary's son and the brother of James, Joseph, Judas and Simon. നിങ്ങളുടെ പരിചയത്തിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എന്താ യാക്കോബ് യേശുക്രിസ്തുവിന്റെ പകുതി സഹോദരൻ എന്ന് പറയുമ്പോൾ ചിലർക്കത് ഗ്രഹിക്കാൻ കഴിയില്ല, ഒരുപക്ഷെ ഫേസ്ബുക്ക് ലൈവായിട്ട് കാണുന്നവരോ. കാരണം പലരും ഇത് പഠിപ്പിക്കുന്നത് അവരുടെ പാരമ്പര്യ പ്രകാരം അത് യേശുവിന് ഹാഫ് ബ്രദേഴ്സ് ഇല്ല, മറിയത്തിന് വരെ മക്കൾ ഉണ്ടായിരുന്നില്ല, മറിയത്തിന് ഏകസന്തതി ഉള്ളുവെന്ന് പഠിപ്പിക്കുന്ന സ്വന്തം ചെയ്യുന്നു ചർച്ചുകളുണ്ട്. അവരുടെ അറിവിന് വേണ്ടിയാണ് ഈ ഭാഗം വായിക്കുന്നത്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തില് അതിന്റെ സ്വന്തം ചെയ്യുന്ന 3-ാമത്തെ വാക്യം,
യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ അവിടെ കൂടി ഇരുന്ന പരീശന്മാരും ന്യായശാസ്ത്രന്മാരും ഒക്കെ അവനെ പുച്ഛിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്. അവ പറയുക, ഇവൻ മറിയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ എന്തോ ഒന്ന് പ്രസംഗിക്കാറ എന്നുള്ള ഭാവത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവൻ നിങ്ങൾക്ക് കാണാം അവിടെ യേശുവിനെ പരിചയപ്പെടുത്തുന്നു. So when Jesus was in this earth, when he was ministering, James didn't believe in Jesus. പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കണം, ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഈ ഭൂമിയിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്റെ വീട്ടിൽ തനിക്ക് വിലയുണ്ടായിരുന്നില്ല. തന്റെ സഹോദരങ്ങൾ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. പലപ്പോഴും യേശുവോട് പറയും, നീ ചെയ്യുന്ന വേലയൊക്കെ യേശുവിന് ചെയ്ത വല്ലവനും 5 പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഭാഗങ്ങളിൽ ബൈബിൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. So how did James started believing in Jesus? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് യേശുവിനെ അതുവരെ പുച്ഛിച്ചിരുന്ന അവന്റെ സഹോദരങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ചത്? After the death of Jesus, Jesus appeared to James and he was convinced and he started sharing this good news with his brothers, with his family and with everybody. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ യേശുക്രിസ്തു യാക്കോബിനും അവൻ 11 പേർക്കും ഒക്കെ പ്രത്യക്ഷനായതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. മരിച്ച ശേഷം തന്റെ സഹോദരനായിരുന്ന പാതി സഹോദരനായ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് തന്റെ ഹാഫ് ബ്രദേഴ്സിനൊക്കെ കണ്ണു തുറന്നതും അവർ വിശ്വസിക്കാൻ ആരംഭിച്ചതും. And when this story progressed on, James became the leader of the church of Jerusalem. ഇന്ന് ശ്രദ്ധിക്കണേ, ആമേൻ. ഏറ്റവും ലേറ്റ് ആയിട്ട് യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ യാക്കോബ്, തന്റെ ഹാഫ് ബ്രദറായ യാക്കോബ് ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശുവിൽ വിശ്വാസം ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ ശക്തിയും നടത്തിപ്പും കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ കാത്തിരുന്ന് പ്രാപിച്ചു. പെന്തക്കോസ്തിന് അഭിഷേകം പ്രാപിച്ചപ്പോൾ യാക്കോബുണ്ട് കൂടെ. അഭിഷേകത്തിന് ശക്തി കിട്ടിയ ഒരു വളർന്നു കഴിഞ്ഞപ്പോ നോക്കണേ, 12 ശിഷ്യന്മാരിൽ പത്രോസിനോട് യേശു പറഞ്ഞത്, അവൻ താക്കോൽ നിന്നെ തന്നിരിക്കുന്നു. പക്ഷേ 1-ാം സുനഹദോസ് കൂടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കണം, ആരായിരുന്നു ആ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചെന്ന് നോക്കുന്നത് കാണാം. യാക്കോബാണ് ആ മീറ്റിംഗിൽ എന്ത് ചെയ്യുന്നത്? അധ്യക്ഷത വഹിക്കുന്നത്. അപ്പൊ സ്പിരിച്വൽ ഗ്രോത്ത് ഇന്ന് രാത്രി ഓർക്കണം. ഒരിക്കൽ യേശു വിശ്വസിക്കാത്ത ആ ജെയിംസ് അവൻ അത് ലീഡ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. If you see chapter 1 verse 22, if anybody can read it for me, please. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് മടങ്ങി പോകാം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പി. Amen. Thank you. But be doers of the word and not hearers only, deceiving ourselves. പ്രിയമുള്ളവരെ, യാക്കോബ് ഒരു കാര്യം പറയുക, ആമേൻ. വചനം കേട്ട് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോയി ഇഷ്ടംപോലെ വചനം കേട്ട് അയ്യോ എത്ര പ്രസംഗമാണ് കേട്ട് തന്നെത്താൻ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കാൻ ശക്തമായി യാക്കോബ് അപ്പോസ്തലൻ സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. Often we listen the sermon like Sunday service, Tuesday service, Wednesday service. We always listen the sermon. But is it keeping an impact on our life? Is our life being changed or transformed from the sermon? പ്രിയമുള്ളവരെ, ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും എപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. അതും കൂടാതെ ടിവിയിൽ കൂടി എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കേൾക്കുന്ന വചനം എന്തെങ്കിലും ഒരു വ്യതിയാനം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ഉത്തേജനം എന്റെയോ നിങ്ങളുടെയോ ഹൃദയങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടോ? ഒന്ന് നമുക്ക് ശോധന ചെയ്യാം. In verses 23 and 24, James gives a parable, gives an example, saying that imagine if we stand here and we have a mirror, and when we see it, we see the face. But when we move aside, can we see our own image in the mirror? പ്രിയമുള്ളവരെ, അതിന് ഉദാഹരണമായി യാക്കോബ് അപ്പോസ്തലൻ ഒരു ഉപമ കാണിക്കുകയാണ്, എക്സാമ്പിൾ കാണിക്കുകയാണ്. നമ്മളൊക്കെ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവൻ മുഖമൊക്കെ നോക്കി ചീകിയല്ലോ ഒരുക്കി കുട്ടപ്പിയായിട്ടാ പോകുന്നത്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മുഖമെന്ന് എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടാകുമോ? കംപ്ലീറ്റ് മറന്നു പോകും. So when we come to the presence of God, sometimes we are very used to with God. We take things very lightly. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പരിചയം കൊണ്ട് എല്ലാം ലാഘവത്വത്തോടെ എടുക്കുന്നവരാണ്.
വരുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര ഇളക്കം ആനന്ദോ, നമ്മൾ യൂസ് ടു ആണല്ലോ, നമ്മൾ ആ ട്രെൻഡിൽ അങ്ങ് പോകുക, അമിസ്തോത്രം ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് നമ്മുടെ പോക്ക് പലപ്പോഴും. Let me invite your undivided attention to the book of Leviticus chapter 10 verse 1. There are two young boys who are familiar with all the process. പ്രിയമുള്ളവരെ, ലേവ്യ പുസ്തകം Leviticus chapter 10 verse 1. ആ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം, 1-ാമത്തെ വാക്യം. അവിടെ 2 മക്കളുണ്ട്. അവർക്ക് വളരെ പരിചയമാണ് എല്ലാ കാര്യവും, ദേവാലയത്തിൽ നടക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് കാണാം. അവരുടെ അപ്പനിൽ നിന്ന് കണ്ട് പഠിച്ച 2 മക്കളെ നമുക്കൊന്ന് കാണാം. Can I be please read? നിങ്ങൾ ഒന്നെടുത്ത് വായിക്കുമോ? അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും മനസ്സ് ഓരോ ധൂപകലശമെടുത്ത് അതിന്മേൽ ധൂപവർഗ്ഗം അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അഗ്നിയാക്കി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആമേൻ. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. So who is Aaron? ദൈവമക്കളെ, നിങ്ങൾക്കറിയുമോ ആരാണ് അഹരോൻ എന്ന്? The high priest, right? അവൻ ഇസ്രായേലിന്റെ 1-ാമത്തെ മഹാപുരോഹിതനായിരുന്നു അഹരോൻ. His 2 sons, Nadab and Abihu, thought, my dad is doing every Sabbath he's doing. Let me also try it. Let me also do it. നോക്കൂ, തനിക്ക് 2 മക്കളുണ്ടായിരുന്നു. അവരുടെ പേരാണ് നാദാബും അബീഹുവും. എല്ലാ ദിവസവും ഈ മക്കൾ അപ്പനെ നോക്കി, അപ്പൻ അമിസ്തോത്രം ആ സമാഗമന കൂടാരത്തിൽ പോകുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് അവിടെ ത്രില്ലായി. അമിസ്തോത്രം അവർക്ക് സന്തോഷമായി. അവർ അപ്പൻ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്കും ചെയ്തുകൂടെയോ, ഞങ്ങളും ഒന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഹരോന്റെ ഈ 2 മക്കളും ഒരു പ്രവൃത്തി ചെയ്തു. And in verse 2 it says what happened. So the fire came out from the presence of the Lord and consumed them, and they died before the Lord. പ്രിയമുള്ളവരെ, അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൻ ധൂപകലശം എടുത്തിട്ട് അതിനകത്ത് ദൈവം കൽപ്പിച്ചതുപോലെയുള്ള വ്യവസ്ഥയിലെ അമിസ്തോത്രം വർഗമൊക്കെ ഇട്ട് ധൂപം കാണിക്കുന്നത് പോലെ മക്കൾ 2 പേരും നമുക്ക് ചെയ്യണം അപ്പന്റെ കൂടെ എന്ന് പറഞ്ഞ കപ്പന്റെ കൂടെ എന്ന് പറഞ്ഞ് അവൻ ധൂപകലശം എടുത്തിട്ട് അതിനകത്ത് ധൂപങ്ങളൊക്കെ ഇട്ട് കത്തിച്ചു. ബൈബിൾ തന്നെ പറയാം, നീ കത്തിച്ചു. അവരത് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈബിൾ പറയാ, ദൈവസന്നിധിയിൽ നിന്ന് തീ വന്നിട്ട് മഹാപുരോഹിതന്റെ മോനാണെന്നൊരു നോട്ടമൊന്നുമില്ല കേട്ടോ, ദഹിപ്പിച്ചു കളഞ്ഞുവെന്ന് ബൈബിൾ പറയുന്നു. It says an unauthorized fire. So when as a New Testament believers, when we are used to with God, we don't have any fire coming down, but one day you and everybody is accountable before God. ആമേൻ. പ്രിയമുള്ളവരെ, അമിസ്തോത്രം ചെയ്യുന്നു. നാം പുതിയ നിയമസഭയിൽ ജീവിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ നാം കടന്നു വന്നവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാകണം, നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം ഉണ്ടാകുമെന്ന് നല്ല നിശ്ചയം ഉണ്ടായിരിക്കേണ്ടവരാണ്. So as we the believers, we all deserve death. ആമേൻ. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്കൊരു കാര്യം നല്ലവണ്ണം അറിയാം, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് വചനം പറയുന്നു. നാം മരണത്തിന് അർഹരായിരുന്നു എന്ന് നല്ലവണ്ണം നമുക്കറിയാം. But who paid a ransom, and that is what our life has changed. ആമേൻ. ഇന്ന് എന്തുകൊണ്ടാ പയറുപോലെ ദൈവസഭയിൽ നിന്ന് വചനമൊക്കെ പ്രസംഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അമിസ്തോത്രം ചെയ്യുന്ന കർത്താവിനെ വെച്ച് നടത്തിയപ്പോൾ കാരണം അവിടെ പറയുന്നുണ്ട്. ആടുകളെ പോലെ നാം എല്ലാവരും തെറ്റിപ്പോയിരുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തി. ഞാൻ അറിയാതെ ശുശ്രൂഷ കരഞ്ഞുപോയി. എന്റെ ദൈവമേ, ആടിനെ പോലെ തെറ്റിപ്പോയപ്പോൾ, താങ്കളുടെ വഴിക്ക് തിരിഞ്ഞ് സ്വന്തം ഇഷ്ടം ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ അകൃത്യം ആ കുഞ്ഞാടിനെ ചുമത്തി അവനെ തകർത്തതുകൊണ്ട് ഇന്ന് രാത്രി പയർ പോലെ ദൈവസ്ഥലം ഇരിക്കാനും നിൽക്കാനും ഇടയാകുന്നു. Jesus paid ransom. Jesus died for us, and that's the reason we are standing here, because it's a grace period. പ്രിയമുള്ളവരെ, യേശു വീണ്ടെടുപ്പ് വില കൊടുത്തു. യേശു നമ്മുടെ കടം കൊടുത്തു വീട്ടി. അവന്റെ ചങ്കിലെ ചോര കൊണ്ട്, തന്റെ പ്രാണൻ കൊണ്ട് എന്റെ പാപക്കടം അവൻ കൊടുത്തു വീട്ടിയത് കൊണ്ട് ഇന്ന് രാത്രി അവന്റെ സന്നിധിയിൽ ജീവനോടെ ദൈവത്തെ ആരാധിപ്പാൻ എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ ചെയ്തു. What is our response when we hear the gospel, when we hear this message? What is our response? That matters to God. ഇന്ന് രാത്രി ആ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ടെന്നുള്ളത് ദൈവത്തിന് വളരെ വിഷയമുള്ള ഒരു കാര്യമാണ്. സ്വന്തം ഓർത്ത്, ഇന്ന് മരണത്തിന് വിധിക്കപ്പെട്ട നിങ്ങൾ, ഇന്ന് കൊല്ലപ്പെടേണ്ട നിങ്ങൾ,
ആ നിങ്ങളെ ഒരു വ്യക്തി വന്നിട്ട് തന്റെ ജീവൻ കൊടുത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉടഞ്ഞു കറിയുന്നത് പോലെ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വിശ്വാസമുള്ള കത്തണം, അവൻ അലറിക്കറിഞ്ഞ് എന്റെ ദൈവമേ എന്നെ രക്ഷിച്ചതിന് സ്തോത്രം എന്ന് പറയണം. അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവിന് എന്റെയും നിങ്ങളുടെയും പ്രതികരണം വളരെ ഇമ്പോർട്ടന്റ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ. If we see the oath ceremony of a president, at the end he say, "So help me, Lord." പ്രിയമുള്ളവരെ, അമേരിക്കയിലെ പ്രസിഡന്റ് തന്റെ സ്വന്തം ചെയ്യുന്നു. ഓത്ത് സെറമണി എടുക്കുമ്പോൾ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിന്റെ അവസാനം ഇങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്, കർത്താവേ അങ്ങനെ എന്നെ സഹായിക്കണമേ. So as a New Testament believers, if you want to live a holy life which is pleasing to Lord, we need God's help. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ വിശ്വാസിയായ ഞാനും നിങ്ങളും ക്രിസ്തുവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ, വിശുദ്ധിയുള്ള ദൈവത്തിന് ഹിതമുള്ള ദൈവത്തെ അനുസരിക്കുന്ന അവന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ സ്വയം ജീവിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സഹായം എനിക്കും നിങ്ങൾക്കും ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ. So God sent a helper, his name is Holy Spirit. അതുകൊണ്ട് നല്ലവണ്ണം അറിഞ്ഞ പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോയാൽ അപ്പനോട് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു സഹായകനെ, നിങ്ങൾക്കൊരു ഹെൽപ്പറിനെ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാം, നിങ്ങളെ സഹായിക്കാൻ ഒരു കംഫർട്ടറെ, കൗൺസിലറെ ഞാൻ ചോദിച്ചിട്ട് അയച്ചു തരാമെന്ന് ഈശോനാഥൻ പറഞ്ഞു. In verse 25 it says that, can anybody read verse 25 for me? യാക്കോബിന്റെ ലേഖനത്തിലേക്ക് മടങ്ങി പോകാമെന്ന് 25 വാക്യം നമുക്ക് വായിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അത് നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാവും. Thank you so much. But who looks into the perfect law of liberty and continues in it? പ്രിയമുള്ളവരെ, അവിടെ പറയുക, ഈ ഒരു ന്യായപ്രമാണം ഒരു വ്യത്യസ്ത ന്യായപ്രമാണമാണ്. പഴയ ന്യായപ്രമാണത്തെ പോലെ ഒരു പ്രമാണമല്ല, ഇത് പുതിയൊരു ന്യായപ്രമാണമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് നമ്മൾ കൊണ്ടാടി 3 ദിവസമായുള്ളൂ. ഫ്രീഡം എന്താ, ലിബർട്ടി എന്താ? വിശ്വാസിയെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്കും നിങ്ങൾക്കും തന്നതാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അതാണ് പെർഫെക്റ്റ് ഫ്രീഡം, പെർഫെക്റ്റ് ലിബർട്ടി. സാക്ഷാൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കുന്നവനെ കുറിച്ചുകൂടെ പറയുകയാണ്. So in this verse we know that we are free, but does that mean that in our freedom can we do all things which is pleasing to us? ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കൃപയ്ക്കുള്ളിൽ വന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ അവൻ സ്വതന്ത്രനാണ്. അവനെ വേറെ ഒന്നും പിടിച്ചു വെക്കുന്നില്ല, യാതൊന്നും അവനെ കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്റെ മനസ്സിൽ തോന്നുന്ന പോലെ എനിക്ക് ജീവിക്കാമെന്നാണോ? So in Old Testament they offer sacrifice, but in New Testament Romans says let's offer ourselves as a living sacrifice unto God. പഴയ നിയമകാലത്ത് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ അവർ യാഗം അർപ്പിക്കണമായിരുന്നു, ഒരു മൃഗം കൊല്ലപ്പെടണമായിരുന്നു, രക്തം ചൊരിയപ്പെടണമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നാം കടന്നു വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ യാഗം കഴിക്കാൻ കഴിയാത്തതിനാൽ പുത്രൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് നാം ആരാധിക്കാൻ വരുന്ന അവന്റെ മറവിലാണ്. So when we come before the presence of God, God asks us to offer ourselves as a living sacrifice. That doesn't mean that we need to give our own life, but that means that we need to live a holy life which is pleasing unto God. Why we need to live a pleasing life unto God? Because God gave His life for us. We don't deserve it, but He gave His life for us. പുതിയ നിയമത്തിൽ പ്രിയമുള്ളവരെ, എന്നാൽ നാം ആ മറവിൽ യാഗം കഴിക്കാൻ വരുമ്പോൾ എങ്ങനെ വരണമെന്ന് റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോ ജീവനുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. അപ്പൊ ഓർത്തോണം, നിങ്ങളുടെ ആ യാഗം കൊണ്ടല്ല ആരാധന കഴിക്കുന്ന ഓർത്തോണം, നിങ്ങൾ വരുന്ന മറ്റേ സ്വർഗത്തിൽ കർത്താവിന്റെ യാഗത്തിന് മറവില്ല. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തോന്നിയതുപോലെ എങ്ങനെയും കയറി വരാമെന്നല്ല. ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് പ്രിയമുള്ളവരെ.
So God knows our heart. If we try to play, I always press on my youth prayer, don't play no games with God. ആമേൻ. ഒരു കാര്യം ഓർക്കണം പ്രിയമുള്ളവരെ, നാം ദിവസത്തിൽ വരുമ്പോൾ ദൈവത്തിന് നമ്മെ നല്ലവണ്ണം അറിയാം. ആമേൻ. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ചിന്തകളെയും ഭാവങ്ങളെയും ദൂരത്തുനിന്ന് വിവേചിക്കുന്ന ദൈവമാണ്. ഞാൻ എപ്പോഴും പറയുമ്പോൾ ആമേൻ, ദൈവത്തോട് കളിക്കരുത്, ദൈവത്തെ പാവയാക്കാൻ നോക്കരുത് എന്നൊരു പദം പലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. So what does that mean? God knows our heart. If right now, if I'm thinking, if I'm just smiling, but in my heart something crazy is thinking, but God watches over my heart. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ, മനുഷ്യനെ നിങ്ങൾക്ക് വിഡ്ഢിയാക്കാൻ കഴിയും. അവന്റെ മുമ്പിൽ വളരെ സ്നേഹത്തോടും ഭവ്യതയോടും ഒക്കെ ആക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നിന്റെ ഉള്ളിൽ നിന്റെ ചിന്തകൾ ഡിഫറെന്റ് ആണെങ്കിൽ, ആ വ്യക്തിയെ കുറിച്ചുള്ള നിന്റെ ഭാവം എൻറ്റയർലി ഡിഫറെന്റും, നിന്റെ ആക്ഷൻ അവനോട് ഭയങ്കര ഒഴുക്കും സ്നേഹവും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ പറയുന്നു ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാ, പുറമേ ഉള്ളതിനെ അല്ല നാഥൻ കാണുന്നത് എന്ന് ഇന്ന് രാത്രി നാം അറിയണം. So when we offer ourselves as a living sacrifice, God checks our heart. But we can fool people, but we can't fool God. ഇന്ന് രാത്രി ജീവനുള്ള യാഗമായി നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ നാം അർപ്പിക്കുമ്പോൾ, ഒരു വേള മനുഷ്യരെ വഞ്ചിക്കുവാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയും, ദൈവത്തെ കളിപ്പിക്കാൻ ആരെ കൊണ്ടും ഒരു കാലത്തും കഴിയില്ല എന്ന് ഇന്ന് രാത്രി നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. If we read the Old Testament, the book of Leviticus, we know about two people who took God's presence lightly and they cost their own lives. നിങ്ങൾ കണ്ടു, രണ്ടുപേര് പഴയ നിയമത്തില് അവർ ദൈവ സാന്നിധ്യത്തെ ലാഘവത്വത്തോടെ എടുത്തു. അവർ വിചാരിച്ചു ദൈവം പോക്കറ്റിലാണ്, എന്തും ചെയ്യാം, ദാറ്റ്സ് ഓക്കെ, ഗ്രാൻഡഡ് ആണ്, ഞാൻ ഇന്നയുടെ മോനാണല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെയാണല്ലോ വളർന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ പറ്റുകയില്ല പ്രിയമുള്ളവരെ. ദൈവത്തെ കളിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റുകയില്ല. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് വചനം പറയുന്നു. പഴയ നിയമത്തില് രണ്ടുപേരും ശ്രമിച്ചു, അതിന്റെ പരിണത ഫലം നാം കാണുവാനും ഇടയായി. So we need to live a holy life which is set apart from the worldly thing. Does that mean we need to cut off the communications? No, but we need to live a holy life. As we live in this world, we need to look unto Jesus, who is the author and finisher of our faith. പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ഈ ലോകം വിട്ട് ഓടിപ്പോകാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ, ലോകത്തിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുനാഥനെ നോക്കി വിശുദ്ധിയുടെ ജീവിതം, വചനത്തിന്റെ പാതയിൽ നടക്കുന്നവരായി ഞാനും നിങ്ങളും തീരേണ്ടത് അത്യന്താപേക്ഷിതം. അതിന്റെ അർത്ഥം എന്താണ്? മറ്റു മനുഷ്യരോടൊന്നും മിണ്ടത്തില്ല, ഇടപെടത്തില്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മുറിയിൽ കയറി അടച്ച് ഞാൻ വിശുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അല്ല. അങ്ങനെയല്ല. ഈ ലോകത്തിൽ എല്ലാവരോടും യേശുനാഥൻ ഇടപെട്ടതുപോലെ ഇടപെടുമ്പോഴും ലോകത്താലുള്ള കളങ്കം പറ്റാതെ ദൈവത്തിന് ഇഷ്ടത്തിന് വേണ്ടി നിന്നെ തന്നെ കൊടുത്ത് ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിനെ അതിനെ കാണിക്കുകയാണ്. So if we look again in Old Testament, there is one person whose name is Samson. പഴയ നിയമം നിങ്ങൾ നോക്കിയാൽ ഒരു ക്യാരക്ടറെ, ഒരു കഥാപാത്രത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. അവന്റെ പേരാണ് ശിംശോൻ. Samson was a very mighty warrior. We all know about the story. So he was a mighty warrior, and when he sinned with Delilah, he shared all the things with Delilah. But what happened? When the Philistines started rushing into Samson, he didn't realize what he was doing. He was sinning, but still he was manifesting the power of God. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ശിംശോനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അധികമായി പറയാൻ സമയമില്ലെങ്കിലും അവസാന സമയം ദലീലയുടെ മടിത്തട്ടിൽ കിടന്ന് രസിക്കുമ്പോൾ, സുഖിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ അവന്റെ രഹസ്യമെല്ലാം ദലീലയോട് പറന്ന് പങ്കുവെച്ചിട്ട് അവിടെ കിടന്നുറങ്ങുമ്പോൾ, അവൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവനെ കെട്ടേണ്ടടുത്ത് കെട്ടി അവനുള്ളതെല്ലാ ശക്തിയും തകർത്ത് കളഞ്ഞപ്പോൾ, ഫിലിസ്തർ അവൻ നേരെ ഇറച്ചു വരുമ്പോൾ പഴയതുപോലെ തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ് കസത്ത് കാണിക്കാൻ വേണ്ടി നോക്കി. But he didn't, at that time he realized that the Lord has departed from him. അവൻ ബലവും ശക്തിയും കാണിക്കാൻ ചാടി വറപ്പിക്കാനൊക്കെ നോക്കിയപ്പോൾ ഒരു കാര്യം അവന് തിരിച്ചറിയാൻ പറ്റി. അവന്റെ ശക്തി പോയിരുന്നു. അവൻ പോലും അറിയാതെ ലോകസ്നേഹത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് ആറാട്ട് പാടി ഉറങ്ങി. സ്വത്രം പിശാച് 4 പാടും വരിഞ്ഞു മുറുക്കി കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേൽക്കാൻ നോക്കി. നടന്നില്ല. പഴയതുപോലെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. ദൈവശക്തി അവനെ വിട്ടുപോയെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
So as we live in this world, we need to set apart. We need to live a holy life, which is pleasing. We cannot put our feet in two boats. We need to put our feet in one boat, but we need to look into Jesus. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അവൻ രണ്ട് തോണിയിൽ കാൽ ചവിട്ടാനിടയാകാതെ, അവൻ ഏലിയാവ് പറഞ്ഞതുപോലെ യഹോവ ദൈവമാണെങ്കിൽ അവനെ ആരാധിക്കണം, ഇല്ലേ ബാലാണെങ്കിൽ അങ്ങോട്ട് പോകണം. രണ്ടൂടെ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറ്റൂ. ആ തീരുമാനം നിങ്ങൾ എടുത്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവമാണ്, അവൻ ദൈവ വഴിയാണ്, വചനമാണ്, വിശുദ്ധിയാണ് സത്യമെങ്കിൽ വിശുദ്ധിയുടെ പാതയിൽ തന്നെ ഓടാൻ തക്കവണ്ണം ഇന്ന് അവൻ നിങ്ങളുടെ ജീവിതത്തെ ഒരു യാഗമായി അർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെയും എന്നെയും ക്ഷണിക്കുകയാണ്. അവൻ കർത്താവ് അവൻ ആർദ്രവുമായി അവൻ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമോ? So as we live, as we read on to the verse 25 says that we are set free. When we are set free, we need to do things that is pleasing to God. If we have a relationship with God, we try to please the person which is there in the relation. But if we have relationship with God, we need to please God. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ഉറ്റ നയപ്രമാണം ഉറ്റുനോക്കി ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ എപ്പോഴും കേട്ടു മറക്കുന്നവനായിട്ടല്ല, കണ്ടു മറക്കുന്നവനായിട്ടല്ല, പ്രവൃത്തി ചെയ്യുന്നതിൽ. എന്ത് പ്രവൃത്തിയാ? അവൻ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് അവൻ ദുഃഖമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാതെ ആ വ്യക്തിയുടെ മുഖത്ത് സന്തോഷം വരുത്തുന്ന, പുഞ്ചിരി വരുത്തുന്ന കാര്യം ചെയ്യാൻ നമ്മൾ കൊതിക്കുന്നത് പോലെ അവൻ ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നതിൽ ആ പ്രവൃത്തി ചെയ്ത് കൃതാർത്ഥനാകുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ ശക്തമായി തന്റെ ലേഖനത്തിൽ പറയുകയാണ്. Sometimes I just wonder what happened Samson, who repented back, and if he would have come back, the story would have ended differently. ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശിംശോനെ കുറിച്ച്. അവൻ ദൈവത്തിന്റെ പല മുന്നറിയിപ്പുകളും വന്നപ്പോൾ മനംതിരിഞ്ഞ് ആദ്യമേ വന്നിരുന്നെങ്കിൽ അവൻ ആ കഥയുടെ അന്തം വളരെ വ്യത്യസ്തമാകുമായിരുന്നു. And today God is calling you. If you are living in two boats, it's a time before the Lord departs. It's a time to repent and come to the presence of God before the time closes up. Let's repent. Let's look back to God. Amen. This is the perfect time. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം വരുമ്പോൾ വീണ്ടും വെച്ച് താമസിക്കാതെ ഇനിയും സമയം ഇല്ലാതാകും വണ്ണം, രക്ഷപ്പെടാൻ വേറെ പഴുതില്ലാതാകും വണ്ണമാകുന്നതിന് മുമ്പ് ഇന്നു രാത്രി മനം തിരിഞ്ഞ് ദൈവമാണെങ്കിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും വചനപ്രകാരം ആരാധിപ്പാൻ ഇന്ന് രാത്രി നിങ്ങളെ തന്നെ വേർതിരിക്കുമോ? കാത്തിരിക്കാതെ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ അവൻ പിന്നെ അനുതാപത്തിനൊരു അവസരം പോലും ഇല്ലാത്ത രീതിയിൽ അവൻ കൃപയുടെ വാതിൽ പൂട്ടുന്നതിന് മുമ്പ് ഇന്നു രാത്രി മനം തിരിയുവാൻ അവൻ ദൈവമക്കളെ ഞാനും നിങ്ങളും ഇന്ന് രാത്രി വനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുമോ? What God, the Holy Spirit led me is to set apart. അതുകൊണ്ട് വചനം പറയുകയാണ്, അവൻ സ്വതം ചെയ്യുന്നു, നിങ്ങളെ തന്നെ വേർതിരിക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങൾ വേർതിരിക്കപ്പെട്ട കൂട്ടരാകണം എന്ന് ബൈബിൾ ശക്തമായിട്ട് എന്നോടും നിങ്ങളോടും പറയുന്നു. So when we set apart, we have a relationship with God. When we have a relationship with God, God started using us in His hands mightily, and God wants to use you all in the coming time. പ്രിയമുള്ളവരെ, യെശയ്യാ വിളിച്ചു പറയുന്നവരെ അവരുടെ മധ്യത്തിൽ വിട്ടുപോരുവീൻ എന്ന് പറയുന്നത് പോലെ നീ കർത്താവിന്റെ വിളി ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ അവൻ സ്വതം ചെയ്യുന്നു. വിടേണ്ടതിനെയൊക്കെ വിട്ടിട്ട് നാഥന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ പരിശുദ്ധാത്മാവ് ഹാർദമായി ക്ഷണിക്കുകയാ. ഇന്ന് രാത്രി വിടേണ്ടതിനെ വിട്ട് നീ ഓടി വന്നാൽ ദൈവത്തിന് ചില അത്ഭുതങ്ങൾ നീ കാണാനിടയായി തീരും. ദൈവത്തിന് ചില പ്രവൃത്തികൾ കാണാനിടയായി തീരും. ദൈവം എങ്ങനെ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ നാഥൻ എങ്ങനെ കയ്യിൽ എടുക്കുമെന്ന് നീ കാണാനിടയായി തീരും. അവൻ ഇന്നു രാത്രി പലവട്ടം നീ വചനം കേട്ടിട്ടും അവൻ സ്വതം ചെയ്യുന്നു. ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ചു പോയാൽ അവൻ സ്വതം ചെയ്യുന്നു. അവൻ സ്വതം നോഹയുടെ കാലം പോലെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നോഹ തല ഊത്തി മറിഞ്ഞാൽ പോലും അവൻ വാതിൽ തുറക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വചനം വരുമ്പോൾ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ഒരു വേള ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ കഥ, നിന്റെ അന്തം, നിന്റെ ലാസ്റ്റ് ചാപ്റ്റർ, ജീവിതത്തിന്റെ അവസാന കടശിയ അധ്യായം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദൈവം തിരുത്തി എഴുതും. അവൻ ഇന്ന് രാത്രി അനുസരിച്ച് വചനത്തിന് മുമ്പാകെ നീ മടങ്ങി വന്നാൽ
And God is still waiting on you. God is still waiting, and this is the perfect time. Let's look unto the Lord. May God bless you with these words. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം എന്നെ നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ നിങ്ങളെ കർത്താവ് കാത്തു നിൽക്കുകയാണ്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്നു രാത്രി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ മുമ്പാകെ അവന്റെ കൽപ്പനകളെയും വചനത്തെയും അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ അത്ഭുതകരവും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയും കാണാനിടയായി തീരും. ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച നല്ല വചനത്തെ ഓർത്ത് കരണ്ടോര് കർത്താവിന് സ്തോത്രം ചെയ്തായിട്ട് ഹല്ലേലൂയ.